കൂടോത്രം എന്ന് പറയുന്നത് തലമുറകൾ കിട്ടുന്ന കൂടോത്രമുണ്ട്, അവർ തലമുറകൾ നശിച്ചു പോകുന്ന കൂടോത്രമുണ്ടെന്നൊക്കെ അത് ചില ആൾക്കാരുടെ ഈ കുലം നശിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില ഇപ്പം നമ്മൾ മിക്കവാറും ഇപ്പം പ്രശ്നമൊക്കെ വയ്ക്കുമ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെ ശത്രുസ്ഥാനത്ത് ദോഷം കാണുക, ദുരിതസ്ഥാനം പ്രശ്നമായിട്ട് കാണുക, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കൂടോത്ര ലക്ഷണമുണ്ട്, ഷഷ്ടാഷ്ടമ ബന്ധം പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കൂടോത്രം ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയും. പക്ഷെ ഇവരിതെല്ലാം പരിഹാരം ചെയ്തിട്ട് വീണ്ടും പ്രശ്നം വയ്ക്കുമ്പോൾ ഇതേ സാധനം കാണും അവിടെ. ആദ്യം പറയുമ്പോൾ അടുത്ത വീട്ടിലുള്ള ആരോ ചെയ്തതാണ്, അപ്പുറത്തെ ആളാണ്, അയാൾ ശത്രുവാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിഹാരം ചെയ്യും. പക്ഷെ പരിഹാരം ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഇതേ പ്രശ്നം തന്നെ പ്രശ്നം വയ്ക്കുമ്പോൾ തെളിഞ്ഞു വരുന്നത് കാണാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുലത്തിനെ നശിക്കണം എന്നുള്ള ഒരു ക്രമത്തിൽ ചില പൂർവികമായിട്ടുള്ള ദുരിതങ്ങൾ, അപ്പോൾ അത് ആ കുലദേവതാ സമ്പ്രദായത്തിന് തന്നെ അത് ബ്ലോക്ക് ആവുക, കുലദേവതയുടെ ആചരണം നശിച്ചു പോവുക തന്മൂലം, അങ്ങനെ അതവിടെ കിടക്കും. അപ്പം നമ്മൾ എത്ര പ്രശ്നം വെച്ച് നോക്കുമ്പോഴും ഇത് വീണ്ടും 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 കൂടോത്രം ഉള്ളതായിട്ട് കണ്ടുകൊണ്ടിരിക്കും, ശത്രുദോഷം ഉള്ളതായിട്ട് കണ്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ അതിന് പരിഹാരം ചെയ്യാതെ ഇതിൻ്റെ മൂല കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് അത് ട്രീറ്റ് ചെയ്തെടുത്താൽ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടും. അതായത് ഈ പറയുന്ന നമ്മൾ സ്ഥിരമായി ആരാധിച്ചു പോകുന്ന കുലദേവതയുടെ ആരാധനയൊക്കെ അങ്ങ് നിന്ന് പോകുന്ന ഒരു അവസ്ഥ, ആരാധന നിന്ന് പോവുക, കുലം ക്ഷയിക്കുക. അതായത് കുലം മൊത്തം ക്ഷയിക്കുക എന്ന് പറയുമ്പോൾ കുലത്തിൽ എപ്പോഴാണോ ഇത് ചെയ്തത് അവിടെ തൊട്ടിട്ട് പുതിയ ഈ തലമുറ എന്നാണോ തീരുന്നത് അവിടെ വരെ ആൾക്കാർക്ക് ബാധിക്കാവുന്ന രീതിയിലുള്ള കൂടോത്രങ്ങളുണ്ട്. അതെന്തൊക്കെയായിരിക്കും അവർക്ക് സംഭവിക്കുക? അവർക്ക് ഇതേപോലെ തന്നെ മാറാത്ത വ്യാധികൾ, മാനസിക പ്രശ്നങ്ങൾ, അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും വന്നിട്ട് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുക. പിന്നെ അവരുടെ ബുദ്ധി മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല, അവരെന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് പോകുന്നു അതിലല്ലാത്ത വേറൊരു അതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് വശത്തിലേക്ക് അവരറിയാതെ എത്തിപ്പെടുക, ചെയ്യുന്ന എല്ലാം അബദ്ധമായിട്ട് പോവുക, ഇങ്ങനെയുള്ളതൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് അതിന് പരിഹാരം? അതാ ഞാൻ പറഞ്ഞത്, ദോഷത്തിനനുസരിച്ച് നമ്മൾ അതിനെ അനലൈസ് ചെയ്തെടുത്തിട്ട് വേണം അതിന് പരിഹാരം നിർദ്ദേശിക്കാനായിട്ട്. ഇപ്പം പൂർവികമായിട്ടുള്ള, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുലത്തിന് ബാധിച്ചിട്ടുള്ള കൂടോത്രമാണ് അല്ലെ ആഭിചാരം എന്നുള്ളൊരു വേർഡും കൂടി നമുക്ക് അതിന് ഉപയോഗിക്കാം. അതാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ കുലദേവതയെ, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഇത് ബാധിക്കുക കുലദേവതയായിരിക്കും. കാരണം കുലത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾ ഈ കുലദേവതയാണ്. അപ്പം അവിടെ നിന്നാണ് അവിടെ തൊട്ടിട്ട് നമ്മൾ നശിപ്പിച്ച് ലോക്ക് ചെയ്തിട്ടാണ് ഈ ദോഷം നമ്മളിലേക്ക് വരിക. അപ്പം അവിടുന്ന് ആ ദേവതയെ നമ്മൾ മുക്തി ചെയ്യുന്ന ക്രിയകളൊക്കെ ഉണ്ട്. ആ കൂടോത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ആഭിചാര ദോഷത്തെ മാറ്റി നമ്മളതിനെ ക്ലിയർ ആക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം തീരും. എന്നിട്ട് അതിനെ പുഷ്ടിപ്പെടുത്താനുള്ള, ആ ദേവതയെ പുഷ്ടിപ്പെടുത്താനുള്ള കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയാവും. ഈ പൂജകൾ പോലുള്ള പൂജകള്, ഹോമങ്ങള്, ആവാഹനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് മാറ്റുക. ഇത് ഈ ആവാഹനം ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പൊതുവെ ഇപ്പൊ ആവാഹനമൊക്കെ ചെയ്യുന്ന ഒരു രീതി, നമ്മളിങ്ങനെ എന്താ പറയാ, പൂവ് ചന്ദനമൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ആവാഹിച്ച് നോക്കിയിട്ട് ഒരു രാശി നോക്കി അത് ക്ലിയർ ആയി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുക. പക്ഷെ അതിൽ കുറച്ചുകൂടി ഡെപ്തിൽ അത് ചെയ്യുന്ന കുറേ പ്രോസസ്സുകളുണ്ട്. അതായത് കുറേ സ്ഫുടങ്ങളുണ്ട്, പ്രാണസ്ഫുടം, ജീവസ്ഫുടം, മൃത്യുസ്ഫുടം, സൂക്ഷ്മതൃസ്ഫുടം, ചൈതന്യസ്ഫുടം, ദേഹസ്ഫുടം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഫുടങ്ങളുണ്ട്. ഈ സ്ഫുടങ്ങളിലൊക്കെ ഇത് നമ്മുടെ ഓരോരോ ഭാഗങ്ങളിൽ ഇത്ര രാശി, ഇത്ര ഭാഗം, ഇത്ര കല എന്ന് പറഞ്ഞിട്ട് ജ്യോതിഷത്തിൽ ചില വിധികളുണ്ട്. അത് പ്രകാരം എത്ര ശതമാനം നമുക്ക് ഈ ദോഷങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതിനനുസരിച്ചിട്ട് അതിൻ്റെ ദുരിതത്തെ റെഡ്യൂസ് ചെയ്യുന്ന ചില പ്രോസസ്സ് ഉണ്ട്. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് നമ്മൾ സങ്കോചക്രിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ചെയ്യുന്ന ചില ക്രിയകളാണ് ഈ സങ്കോചക്രിയ. പ്രാണനെ ചുരുക്കി അതിനെ പ്രപഞ്ചത്തോളം വലുതാക്കി, അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്. ഇതേ പ്രോസസ്സ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഈ ദുരിതത്തെയും ആവാഹിക്കേണ്ടത്. അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള റിസൾട്ട് വരും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.